പുസ്തകത്തിൻ്റെ ആദ്യത്തെ പ്രകാശന വേളയിൽ ആ പുസ്തകം ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളായിരുന്നു ഞാൻ. വന്നത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, എങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ത്യാഗങ്ങൾ ഒരമ്മ സഹിക്കുന്നുവോ അതിൻ്റെ ഫലം കൃത്യമായും നമ്മുടെ മുന്നിലുണ്ടാവും എന്നുള്ള ഒരു കാര്യമാണ് ആ പുസ്തകത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നതാണ്. പുതിയ രീതികളിലേക്ക്, എസ്പെഷ്യലി എഐയുടെ വേൾഡിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. വായിക്കേണ്ട കാര്യങ്ങളില്ല, എല്ലാം ശബ്ദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. മെറ്റയുടെ ലോകത്തൊക്കെയാണ് നമ്മൾ അടുത്ത ഏതാനും വർഷങ്ങളിൽ പോകുന്നത്. നമ്മുടെ എല്ലാം കുട്ടികളുടെ കയ്യിലുണ്ടാവും. ഈ മെറ്റ ക്ലാസ് വെച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവില്ല. മലയാളം വായിക്കാൻ മലയാളം അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, എഴുതേണ്ട കാര്യമില്ല. തന്നെ ആ മെറ്റ ക്ലാസ് തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഏത് ഭാഷയും അത് തന്നെ വായിച്ച് അത് തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പകർന്നു തരുന്ന രീതിയിലേക്കാണ് ടെക്നോളജി മാറുന്നത്. ഞങ്ങളിപ്പോൾ എഐയെ കുറിച്ചല്ല തിങ്ക് ചെയ്യുന്നത്. ഈ എഐ ആൾക്കാർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇനി വരാൻ പോകുന്നത് എഐയേക്കാൾ 1000 ഇരട്ടി ഭീകരനായ, അതായത് ഒരു പരൽമീനെ വിഴുങ്ങുന്ന ഒരു തിമിംഗലം പോലെയുള്ള AGI എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. അത് നമ്മളുടെ പഠിക്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. AGI വരുന്ന കാലത്ത് നമ്മൾക്ക് തന്നെ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എഴുത്തിൻ്റെ ലോകം എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ ഉടനെ പാലക്കാട്ടേക്ക് പ്രസംഗിക്കാൻ വരുന്നത് അജയേട്ടൻ വിളിച്ചിട്ടാണ്. അങ്ങനെയുള്ള അജയേട്ടൻ്റെ ഉത്സാഹത്തിലാണ് നമ്മൾ ഇന്ന് സോഹൻ റോയിയുടെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു കഴിഞ്ഞു. കസ്തൂരി ശലഭം, വളരെ അദ്ദേഹം പറഞ്ഞതിലെ ഞാൻ ആ അർത്ഥത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. ഒരമ്മ, ഒരു മാതൃകാ മാതാവ് രൂപപ്പെടുത്തിയെടുത്ത ഒരു കുട്ടി എങ്ങനെയാണ് ഏറ്റവും പുതിയ വിജ്ഞാനത്തെ കൂടി മാനവികമാക്കുന്നത്. അതാണ് ഒരു അമ്മയ്ക്ക് പിറന്ന ജീവന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അതാണ് നമുക്കൊരു വിശ്വാസം, അല്ലേ? ഈ AIയെയും മാനവികമാക്കണമെങ്കിൽ അമ്മയ്ക്ക് പിറന്ന ഒരു ജീവൻ ആവശ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട തിരിച്ചറിവാണ്. കസ്തൂരി ശലഭം എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പുസ്തകം ഒട്ടും ചെറുതല്ല. കസ്തൂരിബായി എന്ന സർ സോഹൻ റോയിയുടെ അമ്മ അവരവരുടെ ജീവിതത്തെ മുഴുവൻ പകർത്തി വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് കസ്തൂരി ശലഭം. മഹാകാവ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലോരോ വരികളും എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് അണുമാത്രയിൽ, അല്ലേ, ഈ പറയുന്ന വലിയ എഴുത്തുകളുടെ, മഹാപ്രസ്ഥാനങ്ങളുടെയും വലിയ എഴുത്തുകളുടെയൊക്കെ കാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത്തരം അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യവസായിയും സാങ്കേതിക വിദഗ്ധനുമൊക്കെയാണ് ഇദ്ദേഹം. അത് ഡോക്ടർ സോഹൻ റോയിയുടെ അണുമഹാകാവ്യവും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആത്മകഥാംശം തുടിക്കുന്ന ഡയറി കുറിപ്പുകൾ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച കസ്തൂരി ശലഭത്തിൻ്റെയും വിശദമായിട്ടുള്ള പ്രതിപാദനം, സമഗ്രമായിട്ടുള്ള വിശദീകരണം തന്നെ ഇതിനോടകം അത് വായിക്കാത്ത നിങ്ങളിൽ പലർക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.